എല്ലാവർക്കും വീണ്ടും നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ഈ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആസ് യു നോ, ഞാൻ നേരത്തെ പറഞ്ഞതുകൂടിയാണ്. അതായത് നമ്മൾ ഇനി കുറച്ച് കാലത്തേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിവിഷൻ ക്ലാസ്സുകളാണ്. ഇതിന് നേരത്തെ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നുകൂടി റിവൈസ് ചെയ്യാണ്. പക്ഷേ വളരെ ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഇട്ടിട്ട് ആ ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊരു റിവിഷൻ ആസ് വെൽ ആസ് എക്സ്പ്ലനേറ്ററി ക്ലാസ് ആയിട്ട് നിങ്ങൾ കാണണം. ഇതിൽ വ്യവഹാരവാദം എന്ന ഒരു വളരെ വലിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒരുപാട് കാലം ലോകത്ത് കൊടികുത്തി വാണ ഒരു ശാഖയാണ്, ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ബിഹേവിയറിസം. അതേപോലെ തന്നെ ഒരുപാട് മഹാരഥന്മാരും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് വ്യവഹാരവാദം വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗത്തിൽ കവർ ചെയ്ത് പോകാൻ പറ്റില്ല. മനസ്സിലാക്കി പോകാം, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് അതിന് കുറേ സമയമെടുക്കും. ഓക്കെ, ദൃശ്യം സിനിമയിലൊക്കെ പറഞ്ഞില്ലേ സമയമെടുക്കുന്നു, അതേപോലെ തന്നെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് വ്യവഹാരവാദത്തിലെ എല്ലാവരെയും ഞാനിവിടെ പരിഗണിച്ചിട്ടില്ല. ഇവിടെ 4 പ്രധാനപ്പെട്ട ആൾക്കാരെ, അതായത് ജെ.ബി. വാട്സൺ, എഡ്വേർഡ് ലീ തോണ്ടൈക്ക്, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, ബി.എഫ്. സ്കിന്നർ, അവരെയാണ് ഞാൻ ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഇൻ ടുഡേയ്സ് റിവിഷൻ സീരീസ് വി ആർ ഗോയിങ് ടു സീ ദ ചാപ്റ്റർ ബിഹേവിയറിസം, ആൻഡ് ഔട്ട് ഓഫ് ബിഹേവിയറിസം 4 important giant personalities that are J.B. Watson, Edward Lee Thorndike and Ivan Petrovich Pavlov, as well as B.F. Skinner. ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഓൾസോ വിൽ ബി ഗിവൺ ഇൻ ദിസ് സീരീസ്. സോ ഗെറ്റ് റെഡി, ബി റെഡി. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വ്യവഹാരവാദം ഉദയം കൊണ്ടത് എവിടെയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വ്യവഹാരവാദം ഉദയം കൊണ്ടത് അമേരിക്കയിലാണ്. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നേരത്തെ പറഞ്ഞു. അതായത് ഘടനാവാദത്തിന് പകരമായിട്ടാണ് എന്ത് വന്നത്? പ്രകാര്യവാദം വന്നത്. ഓക്കെ, പ്രകാര്യവാദം ഉദയം കൊണ്ടത് അമേരിക്കയിലാണ്. കഴിഞ്ഞ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. പ്രകാര്യവാദം ഉദയം കൊണ്ടത് അമേരിക്കയിലാണ്. ഇനി എഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഘടനാവാദത്തിനും പ്രകാര്യവാദത്തിനും എതിരെയായിട്ടാണ് പിന്നീട് ബിഹേവിയറിസത്തിൻ്റെ വരവ്. ഉദാഹരണത്തിന് ചെറുങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഘടനാവാദം മനസ്സിൻ്റെ സൂക്ഷ്മ ഘടകങ്ങളാക്കി വേർതിരിച്ച് പഠിക്കാമെന്ന് പറയുന്നു. എന്നാൽ പ്രകാര്യവാദികളാകട്ടെ ഘടകങ്ങളാക്കി വേർതിരിച്ച് പഠിക്കാൻ പറ്റില്ല. അതിനെ സമൂലമായിട്ട് ഒറ്റ ജൈവിക വസ്തുവായിട്ട് മാത്രമേ മനസ്സിനെ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റൂ. മനസ്സെന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ മാത്രമേ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റൂ എന്നാണ് ആര് പറയുന്നത്? ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഫങ്ഷണലിസ്റ്റുകൾ മനുഷ്യ മനസ്സിൻ്റെ സചേതനാനുഭവങ്ങളെയാണ് പഠിക്കുന്നത്. എന്നാൽ അതിന് എഗെയിൻസ്റ്റായിട്ടാണ് വ്യവഹാരവാദത്തിൻ്റെ വരവ്. വ്യവഹാരവാദം പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ആന്തരികമായ അനുഭവങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആന്തരികമായ ചില ഘടകങ്ങൾ, അതായത് സ്ട്രക്ചറലിസ്റ്റുകൾ പറഞ്ഞ ഓർമ്മ, ശ്രദ്ധ, ഭാവന, യുക്തി, സംവേദനം, പ്രത്യക്ഷണം. അതേപോലെ വ്യവഹാരവാദികൾ ഇതൊക്കെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു മനുഷ്യൻ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്നതിൽ മനുഷ്യ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖ.
അതൊക്കെ പറഞ്ഞു. ഇവിടെ ബിഹേവിയറിസം പറയുന്നത് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ബ്ലാങ്കാണ്. നോക്കൂ, മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പം വ്യവഹാരവാദത്തെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ബ്ലാങ്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ടാബുല രാസ എന്ന് പറയുന്ന ഒരു പ്രയോഗം കണ്ടിരുന്നു. ടാബുല രാസ എന്ന് വെച്ചാൽ ക്ലീൻ സ്ലേറ്റ്. അതായത് മനുഷ്യ മനസ്സ് ഒരു വൈറ്റ് പേപ്പർ പോലെയാണ്. ഓക്കെ, അതായത് ആ വൈറ്റ് പേപ്പറിൽ എന്താ സംഭവിക്കുന്നത്? നോർമലി നമ്മൾ അതിൽ എന്താണോ എഴുതുന്നത് അതാണ് അതിൽ തെളിഞ്ഞു വരിക, അല്ലേ? സിമിലർലി മനുഷ്യ മനസ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ബിക്കോസ് മൈൻഡ് ഈസ് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പം ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വെസലിൽ, ഒരു പാത്രത്തിൽ നമ്മളതിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഉണ്ടാവും, മണ്ണെണ്ണ ഒഴിച്ചാൽ മണ്ണെണ്ണ ഉണ്ടാവും, പെട്രോൾ ഒഴിച്ചാൽ പെട്രോൾ ഉണ്ടാവും. സിമിലർലി മനുഷ്യ മനസ്സും അങ്ങനെ തന്നെയാണ്. മനുഷ്യ മനസ്സ് ബ്ലാങ്കായ ഒരു സാധനമാണ് എന്നാണ് വ്യവഹാരവാദികൾ പറയുന്നത്. അതിന് എന്ത് റെസ്പോൺസാണോ മനുഷ്യ മനസ്സിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് അങ്ങോട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വ്യവഹാരവാദം എപ്പോഴും സ്റ്റിമുലസ് റെസ്പോൺസിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ പർട്ടിക്കുലർ റെസ്പോൺസ് യു വിൽ ഹാവ് ടു ഗീവ് കൺസേൺഡ് സ്റ്റിമുലസ്. സിമ്പിൾ റീസൺ, അല്ലേ? എന്ത് വ്യവഹാരമാണോ നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് അങ്ങോട്ട് തരണം. നിങ്ങളിൽ ഭയമാണ് ജനിപ്പിക്കണമെങ്കിൽ ഭയം ജനിപ്പിക്കുന്ന സ്റ്റിമുലസ് തരണം. നിങ്ങളിൽ ഉല്ലാസം അല്ലെങ്കിൽ ഉന്മാദം അല്ലെങ്കിൽ പ്രഹ്ലാദം അല്ലെങ്കിൽ ആനന്ദം ഇതൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് അഥവാ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കണം. സോ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ബ്ലാങ്കാണ് എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. ഇതൊക്കെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൻ്റെ കൂടെ പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് പറയുന്നത്. സാധാരണ നിങ്ങൾക്ക് എവിടെയും ഇങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. എനിക്കറിയില്ല ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന്. പക്ഷെ ഞാൻ കൊടുക്കും. കാരണം എൻ്റെ ഉദ്യോഗാർത്ഥികൾ ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ പോകാവൂ എന്നെനിക്കൊരു വാശിയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിന് എനിക്ക് നിങ്ങളിൽ കൂടി റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ഞാൻ കാലിൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു 7-8 മണിക്കൂർ തുടർച്ചയായി നിന്നിട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ ഞാനതൊക്കെ മറക്കുകയാണ്. എന്തിനാണ് മറക്കുന്നത്? നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം കേൾക്കുക. സോ മനുഷ്യ മനസ്സ് ബ്ലാങ്കാണ്, അഥവാ ടാബുല രാസ ആണ്. അതായത് അതിലെന്തെഴുതുന്നുവോ അതായിരിക്കും അതിൽ പ്രകടമാവുക. ടാബുല രാസ എന്ന് വെച്ചാൽ ക്ലീൻ സ്ലേറ്റ് എന്നാണ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് ചില കുട്ടികൾ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അല്ല, ക്ലീൻ സ്ലേറ്റ് എന്നാണ്. ഓക്കെ, അതായത് നിങ്ങളിൽ എന്ത് റെസ്പോൺസ് ഉണ്ടാക്കണം ആ റെസ്പോൺസിനനുസരിച്ചുള്ള സ്റ്റിമുലസ് കൊടുക്കണം. സപ്പോസ് ഞാനൊരു കാര്യം പറയാണ്. ഒരു അസുഖമുള്ള രോഗി 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ എന്ത് ചെയ്യും? ഡോക്ടർ 4 മണിക്ക് വന്നിട്ട് രോഗിക്ക് അനസ്തീഷ്യ കൊടുക്കും. അനസ്തീഷ്യ എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ആണ്. എന്നിട്ട് ആ സ്റ്റിമുലസ് കൊടുത്തിട്ട് 1 മണിക്കൂർ കൊണ്ട് രോഗി മയക്കത്തിലേക്ക് വരും. മയക്കം എന്ന് പറയുന്നത് ഒരു റെസ്പോൺസാണ്. അപ്പോൾ മയക്കം എന്ന റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ അനസ്തീഷ്യ എന്ന സ്റ്റിമുലസ് അങ്ങോട്ട് കൊടുക്കുന്നു. ഇതാണ് പാവ്ലോവിൻ്റെ ഒക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്ന എലിസിറ്റഡ് ബിഹേവിയർ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, എലിസിറ്റഡ് ബിഹേവിയർ. പാവ്ലോവ് എപ്പോഴും
എലിസിറ്റഡ് ബിഹേവിയറിൻ്റെ ആളാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അദ്ദേഹം പറയുന്നത് ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു? അനുകൂലമായ സ്റ്റിമുലസ് അങ്ങോട്ട് കൊടുത്തിട്ട്. ദറ്റ് ഈസ് കോൾഡ് എലിസിറ്റഡ് ബിഹേവിയർ. ആൻഡ് സിമിലർലി യു നോ ദാറ്റ് അനദർ മാൻ, സ്കിന്നർ, അദ്ദേഹത്തിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ വക്താവായ സ്കിന്നർ പറയുന്നു ബിഹേവിയർ എലിസിറ്റഡ് പോലെ തന്നെ മറ്റൊരു ബിഹേവിയറും ഉണ്ട്. അതിനെ അദ്ദേഹം പറയുന്നു എമിറ്റഡ് ബിഹേവിയർ. അപ്പോൾ രണ്ട് വാക്ക് നിങ്ങൾക്ക് കിട്ടി, എലിസിറ്റഡ് ബിഹേവിയർ ആൻഡ് എമിറ്റഡ് ബിഹേവിയർ. അതിനെ വേണമെങ്കിൽ നമുക്ക് എലിസിറ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ എമിറ്റഡ് റെസ്പോൺസ് എന്നും വേണമെങ്കിൽ പറയാം. ഈ എലിസിറ്റഡ് ബിഹേവിയർ പാവ്ലോവ് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ചോദകം കൊണ്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എലിസിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇന്ന ചോദകം നൽകിയാൽ ഇന്ന റെസ്പോൺസ് ഉണ്ടാവും. ഉദാഹരണത്തിന് പനി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ പനിക്ക് $650 അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പനി മാറുന്നു. എന്ന് വെച്ചാൽ ഈ പനി മാറുക എന്നുള്ള റെസ്പോൺസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് $650 എന്ന സ്റ്റിമുലസ് അങ്ങോട്ട് തന്നു. ഇതാണ് എലിസിറ്റഡ് ബിഹേവിയർ. എമിറ്റഡ് ബിഹേവിയറിൽ സ്കിന്നർ പറയുന്നു വ്യക്തമായ ചോദകമില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവ്യക്തമായ ഏതെങ്കിലും ചോദകത്തിൻ്റെ അടിസ്ഥാനത്തിലും വ്യക്തിയിൽ അല്ലെങ്കിൽ ജീവിയിൽ റെസ്പോൺസ് ഉണ്ടാകുന്നു. അപ്പം ജീവിയിൽ റെസ്പോൺസ് ഉണ്ടാവാൻ കൃത്യമായ ചോദകം, സ്പെസിഫിക് ചോദകം ഉണ്ടാവണമെന്നില്ല, സ്പെസിഫിക് സ്റ്റിമുലസ് ഉണ്ടാവണമെന്നില്ല. സോ അവ്യക്തമായ ചോദകത്തിലും എന്ത് ചെയ്യും? വ്യക്തി അല്ലെങ്കിൽ ജീവി പ്രതികരിക്കും. അതായത് ജീവി ഓപ്പറൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ ഏർപ്പെട്ട് പ്രതികരിക്കുമെന്നാണ് ആര് പറയുന്നത്? സ്കിന്നർ പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചോദ്യം വ്യവഹാരവാദ ഉദയം കൊണ്ടത് അമേരിക്കയിലാണ്. അപ്പോൾ വ്യവഹാരവാദം ഒരിക്കലും ആന്തരിക മാനസിക വ്യാപാരങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളെ. അതായത് ബിഹേവിയറിസം ഡസ് നോട്ട് കൺസിഡർ internal mental elements. Whereas സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം ഇവരൊക്കെ ഇൻറ്റേർണൽ മെൻ്റൽ എലമെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ, ശ്രദ്ധ, ഭാവന, യുക്തി തുടങ്ങിയ ആന്തരിക മാനസിക വ്യാപാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ ബിഹേവിയറിസം അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതായത് ഇവിടെ നോക്കൂ, ബിഹേവിയറിസം പറയുന്നു മനുഷ്യ വ്യവഹാരങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആന്തരിക മാനസിക വ്യാപാരങ്ങൾ, മറ്റൊന്ന് ബാഹ്യ വ്യാപാരങ്ങൾ. ഒന്ന് ആന്തരിക മാനസിക വ്യാപാരങ്ങൾ, മറ്റൊന്ന് ബാഹ്യ വ്യവഹാരങ്ങൾ. സോ ബിഹേവിയറിസം ഓൾടുഗദർ സേസ് ദാറ്റ് ആന്തരിക മാനസിക വ്യാപാരം, വ്യക്തിയുടെ ഉള്ളിലെ മാനസിക വ്യാപാരങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല. മറിച്ച് വ്യക്തിക്ക് എന്ത് സ്റ്റിമുലസ് അങ്ങോട്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് വ്യക്തി പ്രകടിപ്പിക്കുന്ന ബാഹ്യ വ്യവഹാരങ്ങൾക്കാണ് പ്രാധാന്യം. എന്ന് വെച്ചാൽ ബിഹേവിയറിസം പറയുന്നു മനുഷ്യ വ്യവഹാരങ്ങൾ അളന്ന് തിട്ടപ്പെടുത്താവുന്നതാണ്, മെഷറബിളാണ്, ക്വാണ്ടിഫയബിളാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇൻഫാക്റ്റ് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എക്സ്റ്റേണൽ ബിഹേവിയർ വിച്ച് ആർ ക്വാണ്ടിഫയബിൾ ആസ് വെൽ ആസ് വിച്ച് ആർ മെഷറബിൾ. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ് ഹാസ് നോ റോൾ ഇൻ ബിഹേവിയറിസം, വെറസ് ബിഹേവിയറിസം സേസ് ദാറ്റ് behaviorism counts external behavior
which are seen by others or which can be observable by others or which are quantifiable or which are measurable. അതായത് അളന്ന് തിട്ടപ്പെടുത്താവുന്ന നിരീക്ഷണയോഗ്യമായ ബാഹ്യവ്യവഹാരങ്ങളെയാണ് പഠിക്കേണ്ടത്, അല്ലാതെ ഓർമ്മയോ ചിന്തയോ ഭാവനയോ അല്ല. ഇതാണ് ആര് പറയുന്നത്? ബിഹേവിയറിസം പറയുന്നത്. അപ്പോൾ ആന്തരിക മാനസിക വ്യവഹാരങ്ങൾ, ഇതിനെ നമ്മൾ പറയുന്നു കൊവേർട്ട് ബിഹേവിയർ, ഇതിനെ നമ്മൾ പറയുന്നു ഒവേർട്ട് ബിഹേവിയർ. സോ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ബിഹേവിയർ. വൺ ഈസ് കോൾഡ് covert behavior, and this covert behavior are internal mental behavior which cannot be seen outside. അത് പുറത്തുള്ള ഒരാൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു? ഫങ്ഷണലിസ്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അതാണ്, മനസ്സെന്ത് ചെയ്യുന്നു എന്നുള്ളത്, അല്ലേ? എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സുരഭിയുടെ മനസ്സിനിപ്പോൾ എന്താ നടക്കുന്നത്? അതെനിക്കറിയില്ലല്ലോ. അത് പഠിക്കാനാണ് ഫങ്ഷണലിസ്റ്റുകൾ ശ്രമിക്കുന്നത്. പക്ഷെ ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് അതിന് നമ്മൾ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട, മറിച്ച് അവരിപ്പോൾ അവരുടെ ബാഹ്യവ്യവഹാരം എന്ത്, അളന്ന് തിട്ടപ്പെടുത്താവുന്ന ബാഹ്യവ്യവഹാരങ്ങൾക്കാണ് ബിഹേവിയറിസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുക. ഒറ്റ ചോദ്യത്തിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ചോദ്യം ഇതായിരുന്നു: വ്യവഹാരവാദം ഉദയം കൊണ്ടത് അമേരിക്കയിൽ, ഫങ്ഷണലിസവും അമേരിക്കയിൽ തന്നെയാണ്, ബിഹേവിയറിസവും അമേരിക്കയിൽ തന്നെയാണ്. 2, വ്യവഹാരവാദത്തിൻ്റെ പിതാവ് എല്ലാവർക്കും അറിയാം, ജെ.ബി. വാട്സണാണ് വ്യവഹാരവാദത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ത്, വാട്സൺ ബിഹേവിയറിസത്തിൻ്റെ പിതാവായിട്ട് വരുന്നത് ഇൻഫാക്റ്റ് 1906-ലും 1911 ഒക്കെ ഈ മനസ്സിനെ കുറിച്ചുള്ള കുറേ നിർവചനങ്ങൾ ഇങ്ങനെ വന്നു. അതിൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ നിർവചനങ്ങൾ ആത്മാവിൻ്റെ ശാസ്ത്രം, മനസ്സിൻ്റെ ശാസ്ത്രം, ഇങ്ങനെയൊക്കെയാണ് നിർവചനങ്ങൾ വന്നത്. പക്ഷെ അത്തരം നിർവചനങ്ങൾക്കൊന്നും വലിയൊരു സ്വീകാര്യത കിട്ടിയില്ല. പക്ഷേ 1906 നമ്മുടെ പിൽസ്ബറി, ശ്രദ്ധിക്കുക, 1906 പിൽസ്ബറി ആസ് വെൽ ആസ് 1911 വില്യം മക്ഡുഗൽ, പിൽസ്ബറിയും വില്യം മക്ഡുഗലും ഏകദേശം ഒരേ അർത്ഥത്തിലുള്ള ഒരേപോലുള്ള നിർവചനങ്ങൾ മനഃശാസ്ത്രത്തിന് നൽകി. എന്താണ് മനഃശാസ്ത്രം? മനഃശാസ്ത്രം എന്നാൽ മനുഷ്യ വ്യവഹാരങ്ങളുടെ ശാസ്ത്രമാണ്. സോ വാട്ട് ഈസ് സൈക്കോളജി? സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇതാണ് 1906-ലും 1911-ലും. അല്പസ്വല്പ വ്യത്യാസത്തോടെയാണ് എങ്കിലും വില്യം മക്ഡുഗലും അതുപോലെ തന്നെ മക്ഡുഗലിന് മുമ്പ് നമ്മുടെ പിൽസ്ബറിയൊക്കെ നൽകിയ നിർവചനം എന്താണ്? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. സോ സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പം ശ്രദ്ധിക്കുക, ഈ ബിഹേവിയർ എന്നുള്ള വാക്ക് കേട്ട ഉടനെ നമ്മുടെ വാട്സൺ എന്ത് ചെയ്തു? വാട്സൺ വളരെ ആകൃഷ്ടനായി ആ വാക്കിൽ, ബിഹേവിയർ എന്ന വാക്കിൽ. ഇൻഫാക്റ്റ് ബിഹേവിയർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചതാരാണ്? വില്യം മക്ഡുഗലും പിൽസ്ബറിയുമാണ് അവർ നൽകിയ ഡെഫിനിഷനിൽ. അപ്പോൾ പിൽസ്ബറിയുടെയും മക്ഡുഗലിൻ്റെയും നിർവചനത്തിൽ സൈക്കോളജി ഈസ് ദ സയൻസ് ഓർ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞപ്പോൾ വാട്സൺ വാസ് വെൽ ഇംപ്രസ്ഡ് ബൈ ദാറ്റ് ഡെഫിനിഷൻ ആൻഡ് പർട്ടിക്കുലർലി ദ വേർഡ് ബിഹേവിയർ. ഈ ബിഹേവിയർ എന്നുള്ള വാക്ക് വാട്സനെ സ്വാധീനിച്ചു. അങ്ങനെ അതിൽ ചാടിക്കയറി പിടിച്ചിട്ടാണ്
വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം എന്നൊരു ശാഖ വാട്സൺ അത് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഈവൻ ദോ ബിഹേവിയറിസം വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1913. 1913 ബിഹേവിയറിസം ജന്മം കൊള്ളുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും ഇതിന് തൊട്ട് മുമ്പ് എത്രയോ ഒരു 4-8 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പാവ്ലോവ് പോലെയുള്ള മഹാനായ ചിന്തകൻ, റഷ്യൻ ശരീരശാസ്ത്രജ്ഞനായ, റഷ്യക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ വക്താവായ ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ഈ വാട്സണും മുമ്പേ തന്നെ വ്യവഹാരവാദം ആ മേഖലയിലുണ്ടായിരുന്നു. പക്ഷെ അതിന് വ്യവഹാരവാദം എന്ന പേര് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്റ്റൈലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, വാട്സണെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത് പാവ്ലോവാണ്. ഈവൻ ദോ വാട്സൺ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് behaviorism, but Watson was much impressed by Ivan Petrovich Pavlov, who existed earlier, even before Watson. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ സമഗ്രമായിട്ട് മനസ്സിലുണ്ടായാൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്തിനാ നമുക്ക് എക്സാമിന് പേടി? നമുക്ക് കാര്യങ്ങൾ സമഗ്രമായി അറിയാത്തതുകൊണ്ടാണ്. സോ നമുക്ക് സമഗ്രമായി തന്നെ പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യവഹാരവാദത്തിൻ്റെ പിതാവ് വാട്സൺ. ഒരു ചോദ്യം ഞാൻ 10 മിനിറ്റ് എടുത്തു കേട്ടോ. ഓക്കെ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. സൈക്കോളജി ഒരു കുത്തല്ല, 2 കുത്തുണ്ട് കേട്ടോ. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്നത് ആരുടെ രചനയാണ്? ഓക്കെ, ഈ ചോദ്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളൂ. ഈ ചോദ്യം ഇനി വരാൻ പോകുന്ന LP-UP പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഞാനൊരു 90% സാധ്യതയും കാണുന്നുണ്ട്. ഇത് പറയുന്ന എൻ്റെ പേര് മറക്കണ്ട, ഡോക്ടർ V. ബാലകൃഷ്ണൻ. എന്ന് വെച്ചാൽ ഞാനിതിന് ധാരാളം സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ ഓഫ് എ ബിഹേവിയറിസ്റ്റ്, മനഃശാസ്ത്രം ഒരു വ്യവഹാരവാദിയുടെ വീക്ഷണത്തിൽ. ഞാനൊന്നുകൂടെ പറയാം, മനഃശാസ്ത്രം ഒരു വ്യവഹാരവാദിയുടെ വീക്ഷണത്തിൽ എന്നത് ആരുടെ രചനയാണ്? വാട്സൺ. JB വാട്സന്റെ രചനയാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ ഓഫ് എ ബിഹേവിയറിസ്റ്റ്. ഇത് 1919 എഴുതിയ പുസ്തകമാണ്. എന്ന് വെച്ചാൽ 13 ബിഹേവിയറിസം ആരംഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 6 വർഷത്തിനുള്ളിലാണ്, എന്ന് വെച്ചാൽ ബിഹേവിയറിസത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും. യുക്തി മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ പുസ്തകം ബിഹേവിയറിസം വന്നിട്ട് ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പുസ്തകം എഴുതപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ ബിഹേവിയറിസം ഒരു വ്യവഹാരവാദിയുടെ വീക്ഷണത്തിൽ എന്നൊരു പുസ്തകത്തിന് പേര് വരണമെങ്കിൽ അത് അതിൻ്റെ ആദ്യകാലങ്ങളിൽ എഴുതിയൊരു പുസ്തകത്തിലായിരിക്കും. അല്ലെങ്കിൽ ബിഹേവിയറിസത്തെക്കുറിച്ച് ഡീപ്പായിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ ബിഹേവിയറിസം വന്നിട്ട് ഇപ്പോൾ 100 കൊല്ലമായെങ്കിൽ 100 കൊല്ലത്തിന് ശേഷം നമ്മൾ ബിഹേവിയറിസത്തെക്കുറിച്ച് എഴുതുന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുക.
അല്ലാതെ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ, സ്റ്റാൻഡ് വ്യൂ ബിഹേവിയറിസം, ഒരു സൈക്കോളജി ബിഹേവിയറിസ്റ്റുകളുടെ വീക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു സൂപ്പർഫിഷ്യൽ രചനയാണ്, ഡീപ്പായിട്ടുള്ള രചനയല്ല. അപ്പോൾ അത്തരം രചനകൾ ഉണ്ടാവാനുള്ള സാധ്യത ബിഹേവിയറിസത്തിൻ്റെ ആദ്യ നാളുകളിലാണ് എന്ന് ഊഹിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എഴുതാനുള്ള സാധ്യത വാട്സണാണ് എന്നും ഊഹിക്കുക. ഇങ്ങനെയൊക്കെ ഊഹിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. സോ 1919 എഴുതിയ 1919 എഴുതിയ പുസ്തകമാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ ഓഫ് എ ബിഹേവിയറിസ്റ്റ്. അടുത്തത്, ആന്തരിക മാനസിക വ്യാപാരങ്ങളല്ല, മറിച്ച് നിരീക്ഷിക്കാവുന്നതും അളന്ന് തിട്ടപ്പെടുത്താവുന്നതുമായ ബാഹ്യ വ്യവഹാരങ്ങളാണ്, വ്യാപാരങ്ങളല്ല, ബാഹ്യ വ്യവഹാരങ്ങളാണ് മനഃശാസ്ത്ര പഠനത്തിന് ആധാരം എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര ശാഖ. ചോദ്യം കുറച്ച് വലുതാണ്. എന്താണ് ഉത്തരം? ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ which school of psychological thought says that it is not the internal mental process but it is the overt behavior that can be studied for psychology? സൈക്കോളജിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യൻ്റെ ആന്തരിക മാനസിക വ്യാപാരങ്ങളല്ല, മറിച്ച് ബാഹ്യമായി നിരീക്ഷിക്കാവുന്നതും അളന്നു തിട്ടപ്പെടുത്താവുന്നതും രേഖപ്പെടുത്താവുന്നതും ക്വാണ്ടിഫയബിളുമായിട്ടുള്ള ബിഹേവിയറാണ് പഠിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ദി ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ചിലപ്പോൾ പലതും നടക്കുന്നുണ്ടാവും. Because it cannot be seen outside. Then how can we study that? നിങ്ങളുടെ മനസ്സിലെ ചിന്ത, നിങ്ങളുടെ മനസ്സിലെ വികാരം, നിങ്ങളുടെ മനസ്സിലെ ഓർമ്മ, ഭാവന, ഇതൊന്നും എനിക്ക് പുറത്തു നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല. സോ ദ ബിഹേവിയറിസ്റ്റ് സേസ് ദാറ്റ് ഹൗ ഇറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ബിക്കോസ് ഇറ്റ് കനോട്ട് ബി സീൻ ഔട്ട്സൈഡ്. അതതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, പിന്നെ അതെങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റില്ല. So the behaviorist very emphatically says that it is the quantifiable behavior which are observable by others. അതായത് നിരീക്ഷണ വിധേയവും അളന്ന് തിട്ടപ്പെടുത്താവുന്നതുമായ വ്യവഹാരങ്ങളാണ് മനഃശാസ്ത്ര പഠനത്തിന് ആധാരം എന്ന് പറഞ്ഞ മനഃശാസ്ത്ര ചിന്താധാര വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം. ഓക്കെ, എത്ര കാര്യങ്ങളാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക, എല്ലാം മനസ്സിലാവും. ശ്രദ്ധിച്ച് എൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ മതി കേട്ടോ. ഓക്കെ, മനുഷ്യൻ്റെ എല്ലാ വ്യവഹാരങ്ങളും ചോദക പ്രതികരണങ്ങളാണ് എന്ന് വാദിച്ചവരിൽ പ്രമുഖൻ. മനുഷ്യൻ്റെ എല്ലാ വ്യവഹാരങ്ങളും ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് വാദിച്ചവരിൽ പ്രമുഖൻ. അതായത് ഇതും വാട്സൺ തന്നെയാണ് ഉത്തരം. അതായത് ഓൾ കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എവറിത്തിങ് ഈസ് സംതിങ് ബിറ്റ്വീൻ ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. മനുഷ്യൻ്റെ എല്ലാ വ്യവഹാരങ്ങളും ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ചോദക പ്രതികരണ ബന്ധത്തെ വാട്സൺ വിളിച്ച പേര് റിഫ്ലക്സുകൾ എന്നാണ്. പരീക്ഷയ്ക്ക് വരാൻ വലിയൊരു ചാൻസ് ഉണ്ട്. ചോദക പ്രതികരണ ബന്ധത്തെ വാട്സൺ വിശേഷിപ്പിച്ചത് റിഫ്ലക്സ് എന്നാണ്. റിഫ്ലക്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൈച്ഛികമായി ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് കത്തുന്ന മെഴുകുതിരി നിങ്ങൾ തൊട്ടു എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൈ പിന്നോട്ട് വലിക്കുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടി ഒരു ഈച്ച മാറി, അപ്പോൾ ഈ കഥ നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നു. നിങ്ങളുടെ പറയുന്ന ഒരു ശബ്ദം കേട്ടു, നിങ്ങൾ ഉടനെ തിരിഞ്ഞു നോക്കുന്നു. ഇതൊക്കെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത്? റിഫ്ലക്സ് ആക്ഷൻ അഥവാ പ്രതിഫലന പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പോൾ മനുഷ്യ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് വാദിച്ചത് വാട്സൺ. അടുത്തത്, ഘടനാവാദത്തെയും വ്യവഹാരവാദത്തെയും
ഇഷ്ടിക കുമ്മായ മനഃശാസ്ത്രം എന്ന് പരിഹസിച്ചത് ആര്? ഇതൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. അതായത് സ്ട്രക്ചറലിസ്റ്റെയും അതുപോലെ തന്നെ വ്യവഹാരവാദത്തെയും. വ്യവഹാരവാദത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ എബ്രഹാം മാസ്ലോ, ഹ്യൂമനിസ്റ്റായിട്ടുള്ള എബ്രഹാം മാസ്ലോ പറയുന്നത് വ്യവഹാരവാദത്തെ മനഃശാസ്ത്രത്തിൻ്റെ ഒന്നാം ശക്തി എന്നാണ്. മനഃശാസ്ത്രത്തിൻ്റെ ഒന്നാം ശക്തി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും, മനഃശാസ്ത്രത്തിലെ ഒന്നാം ശക്തി, ഫസ്റ്റ് ഫോഴ്സ് ഇൻ സൈക്കോളജി. ഫസ്റ്റ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്ന് എബ്രഹാം മാസ്ലോ വിശേഷിപ്പിച്ചത് ഏത് ചിന്താധാരയാണ്? അപ്പോൾ ബിഹേവിയറിസം എന്ന് എഴുതുക. അതായത് എബ്രഹാം മാസ്ലോ വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല കേട്ടോ. സോ വ്യവഹാരവാദത്തെയാണ് എബ്രഹാം മാസ്ലോ മനഃശാസ്ത്രത്തിലെ ഒന്നാം ശക്തി എന്ന് വിശേഷിപ്പിച്ചത്. അവർ മാസ്ലോ ഘടനാവാദത്തെയും ഫങ്ഷണലിസത്തെയും ഒന്നും അങ്ങനെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. അതേപോലെ തന്നെ ഈ ബിഹേവിയറിസം പരീക്ഷയ്ക്ക് നിങ്ങളോട് വരും. മറ്റൊരു തിയറി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ബിഹേവിയറിസം ഈസ് ഓൾസോ കോൾഡ് ആസ് ബ്ലാക്ക് ബോക്സ് തിയറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ അക്ഷരത്തിൽ എഴുതുക, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക, എന്നിട്ട് അണ്ടർലൈൻ വിത്ത് ഓൾ അവൈലബിൾ കളർ പെൻസിൽസ് വിത്ത് യു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടിവരയിടുക. അടിവരയിടുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്ര കളർ പെൻസിൽ ഉണ്ടോ അതുകൊണ്ടൊക്കെ അടിവരയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു സ്റ്റൈലിസ്റ്റിക് പ്രയോഗം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ബിഹേവിയറിസം ഈസ് കോൾഡ് ആസ് ബ്ലാക്ക് ബോക്സ് തിയറി. ഓക്കെ. ഇനി ഘടനാവാദത്തെയും വ്യവഹാരവാദത്തെയും ഇഷ്ടിക കുമ്മായ മനഃശാസ്ത്രം എന്ന് പരിഹരിച്ചതായി. ഇതിൻ്റെ നടുക്ക് നമുക്കറിയാം ഒരു ഫങ്ഷണലിസം ഉണ്ട്. അറിയാലോ, ആദ്യം ഘടനാവാദം വന്നു, പിന്നെ ഫങ്ഷണലിസം വന്നു, പിന്നെ വ്യവഹാരവാദം വന്നു. അപ്പം ഈ മൂന്നിനെ നിങ്ങൾ എടുത്തു നോക്കുക. ഈ ഘടനാവാദം എന്ന് വെച്ചാൽ ബേസിക്കലി തെറ്റാണ്. മനസ്സിനെ കഷ്ണങ്ങളാക്കി തിരിക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെ തിരിക്കുക എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണ്. അതുപോലെ വ്യവഹാരവാദം പറയുന്നത് ആന്തരിക മാനസിക വ്യാപാരങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. മനുഷ്യൻ്റെ ബാഹ്യ വ്യാപാരങ്ങളാണ് മനഃശാസ്ത്രത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ടങ്ങനെ പ്രവർത്തിക്കുന്നു, വ്യക്തിയുടെ മനസ്സിൽ ബോധ മനസ്സിലാവട്ടെ അബോധ മനസ്സിലാവട്ടെ എന്തൊക്കെ വികാരങ്ങളാണ് ഇപ്പോൾ കുടികൊള്ളുന്നത്, എങ്ങനെ അത് ബാഹ്യപ്രവൃത്തിയിലേക്ക് നയിക്കുന്നു, ഇങ്ങനെയുള്ള ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ടു ബി ആൻസേർഡ്. അല്ലേ? അതൊന്നും വ്യവഹാരവാദം ആൻസർ ചെയ്യുന്നില്ല. അല്ലേ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു, സാറെന്തായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു നല്ല ക്ലാസ് എന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മറ്റൊരു കാര്യത്തെ നിരീക്ഷിക്കുന്നതും വീക്ഷിക്കുന്നതും കണക്കിലെടുക്കുന്നതും ഒക്കെ. പക്ഷേ വ്യവഹാരവാദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സിനെ, ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള മാനസിക വ്യാപാരത്തെ കണക്കിലെടുക്കുന്നേയില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, തലയണ മന്ത്രം സിനിമയിൽ, തലയണ മന്ത്രമല്ലേ അതാണോ അല്ല അതിന് ശേഷമുള്ള രണ്ടാമത്തെ സിനിമയാണോ എന്നറിയില്ല. അപ്പോൾ ശ്രീനിവാസൻ പ്രസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസൻ്റെ ഭാര്യയാണ് നമ്മുടെ പാർവതി ശോഭ. ഓക്കെ. അപ്പോൾ ശ്രീനിവാസൻ പ്രസ് പോയിരിക്കുകയാണ്. ഓക്കെ. ശോഭ, അപ്പോൾ ശ്രീനിവാസൻ എപ്പോഴും ശോഭയെ ഒന്ന്
അടുത്ത് കിട്ടണം. വീട്ടിൽ പിന്നെ അമ്മയും സഹോദരിയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത് കിട്ടണം, സംസാരിക്കണം, അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രീനിവാസന്. അപ്പോൾ ശോഭയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ വരികയാണ്. അപ്പോൾ എന്താ വരുന്നത്? ഒരു തമാശയായിട്ടാണ് വരുന്നത്. പ്രസ്സിലിരിക്കെ ശ്രീനിവാസന് പെട്ടെന്നൊരു തമാശ ഓർമ്മ വന്നു. ആ തമാശ ഓർമ്മ വന്നപ്പോൾ അത് ഉടനെ ശോഭയെ വന്ന് കേൾപ്പിക്കണം എന്ന് തോന്നി. അപ്പോൾ ശ്രീനിവാസൻ വീട്ടിൻ്റെ പുറകയിൽ കൂടി ഇങ്ങനെ വരികയാണ്. സീനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ശോഭയെ വിളിച്ചു, ശോഭേ വാ. അപ്പോൾ ശോഭ മുറ്റടിക്കുന്ന ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് ശ്രീനിവാസനെ വിളിച്ചു പോയി. അതെ ശോഭേ, ഞാൻ പ്രസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പെട്ടെന്നൊരു തമാശ ഓർമ്മ വന്നത്. അപ്പം തന്നെ അത് വന്ന് ശോഭയോട് പറയാമെന്ന് തോന്നി. അപ്പോൾ ശോഭ പറയും, എന്ത് തമാശ? അതെ പറയാം. അപ്പോൾ വീണ്ടും പറയാണ്, എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാ വിളിച്ചത് എന്നാണെന്ന് വെച്ചാൽ പറയും. അതായത് ഹോട്ടലാണെന്ന് കയറി, ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇത് ഒരു തമാശയായിട്ട് ശ്രീനിവാസന് തോന്നി. പക്ഷേ ശോഭക്ക് അതൊരു തമാശയായിട്ട് തോന്നിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ശോഭയുടെ ആന്തരിക മാനസിക വ്യാപാരങ്ങൾക്കനുസരിച്ചാണ് ശോഭയുടെ പ്രതികരണം ഉണ്ടാവുന്നത്. അതായത് ഒരു സ്റ്റിമുലസിന് എല്ലാ സമയത്തും ഒരേ പ്രതികരണമല്ല ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സ്റ്റിമുലസിന് എല്ലാ സമയത്തും ഒരേ റെസ്പോൺസ് ഉണ്ടാവുമോ? ഇല്ല. സോ ദ റെസ്പോൺസസ് ക്യാൻ ബി വേരിയഡ് ഡിപ്പെൻഡിങ് ഓൺ ദി ആറ്റിറ്റ്യൂഡ് ഓർ ആ ജീവിയുടെ മനോഭാവവും ജീവിയുടെ അപ്പോഴത്തെ നിലക്കും അനുസരിച്ചുകൊണ്ട് ചോദകങ്ങൾക്കുള്ള പ്രതികരണം മാറി വരും. അപ്പോൾ ഒരേ ചോദകമാണെങ്കിൽ ഒരേ പ്രതികരണം ഉണ്ടാവും എന്നൊക്കെയാണ് വ്യവഹാരവാദം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. കാരണം വ്യവഹാരവാദം ആന്തരിക മാനസിക വ്യാപാരങ്ങളെ കണക്കിലെടുക്കുന്നില്ല. ആന്തരിക മാനസിക വ്യാപാരങ്ങളെ കണക്കിലെടുത്തിരുന്നുവെങ്കിൽ ചോദകങ്ങൾക്ക് പലവിധ പ്രതികരണം, ഒരേ ചോദകത്തിന് പലവിധ പ്രതികരണങ്ങൾ ഉണ്ടാകുമായിരുന്നു, അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഘടനാവാദത്തെയും വ്യവഹാരവാദത്തെയും അത് ഫങ്ഷണലിസത്തെ മാറ്റിയിരുത്തി. കാരണം ഫങ്ഷണലിസം കുറെ കൂടി മനുഷ്യൻ്റെ ആന്തരിക വ്യാപാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു, മനുഷ്യൻ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു യുക്തിയുണ്ട്. ആന്തരിക മാനസിക വ്യാപാരങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫങ്ഷണലിസം കുറേ കൂടി യുക്തിസഹമാണ്. എന്നാൽ ഘടനാവാദവും വ്യവഹാരവാദത്തിനും പല പാളിച്ചകളും ഉണ്ട് മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ. അതുകൊണ്ട് ഘടനാവാദത്തെയും വ്യവഹാരവാദത്തെയും ഇഷ്ടികക്കുമ്മായത്തിൻ്റെ മനഃശാസ്ത്രം, ഇഷ്ടികക്കുമ്മായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഒരു കുമ്മായം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും, അതിന് വലിയ ആയുസ്സൊന്നുമില്ല. അങ്ങനെ പരിഹസിച്ചത് ആരാണ്? ഒരുപക്ഷെ നിങ്ങൾ എവിടെയും കേൾക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് എടുത്തെഴുതുക. ഘടനാവാദത്തെയും വ്യവഹാരവാദത്തെയും ഇഷ്ടികക്കുമ്മായ മനഃശാസ്ത്രം എന്ന് പരിഹസിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ ആണ്. അപ്പോൾ ഞാൻ ഒരു ലേശം വെള്ളം കുടിക്കുകയാണ്. ആ സമയം കൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഇത് വായിക്കുക. ഒന്നുകൂടി വായിക്കുക. ഞാൻ ഫങ്ഷണലിസത്തെ എന്തുകൊണ്ട് അവരതിൽ കൂട്ടിയില്ല? ബിക്കോസ് ഫങ്ഷണലിസം കുറേ കൂടി സയൻറ്റിഫിക്കാണ്. ഫങ്ഷണലിസം ആന്തരിക മാനസിക വ്യാപാരങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഘടനാവാദം കൊടുക്കുന്നില്ല. വ്യവഹാരവാദം ഒരു ഫൂളിഷായിട്ടാണ് പറയുന്നത്. ആര്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞന്മാർ. അടുത്ത ചോദ്യം, ആനിമൽ ഇൻ്റലിജൻസ് an experimental study of the associative process in animals എന്നത് ആരുടെ രചനയാണ്?
പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നമ്മളിപ്പം വ്യവഹാരവാദത്തെക്കുറിച്ച് മാത്രം പറയുന്നത്. വ്യവഹാരവാദത്തിൽ തന്നെ തോണ്ടയ്ക്ക്, സ്കിന്നർ, പാവ്ലോവ്, വാട്സൺ ഇത്രയും ആൾക്കാരെ കുറിച്ചേ പറയുന്നുള്ളൂ. വേറെ കുറേ ആൾക്കാരുണ്ട്, ഹള്ളുണ്ട്, ടോൾമാൻ ഉണ്ട്, ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ല. ആനിമൽ ഇൻ്റലിജൻസ്, എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ദി അസോസിയേറ്റീവ് പ്രോസസ് ഇൻ ആനിമൽസ് എന്നുള്ളത് ആരുടെ രചനയാണ്? ആൻസർ ഈസ് എഡ്വേർഡ് ലീ തോണ്ടയ്ക്ക്, EL തോണ്ടയ്ക്ക്. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചത് ഇങ്ങനെ മുഴുവൻ പേരിൽ ചോദിച്ചിട്ടില്ല. ആനിമൽ ഇൻ്റലിജൻസ് എന്നത് ആരുടെ രചനയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകത്തിൻ്റെ മുഴുവൻ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് യു ആർ മൈ സബ്ജക്റ്റ്. എൻ്റെ ആളാണ്, എൻ്റെ സ്നേഹിതരാണ് നിങ്ങൾ, എൻ്റെ ആളാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കണം. ആ പുസ്തകത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? ആനിമൽ ഇൻ്റലിജൻസ്, എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ദി അസോസിയേറ്റീവ് പ്രോസസ് ഇൻ ആനിമൽസ്. അത് EL തോണ്ടയ്ക്കിൻ്റെ രചനയാണ്. ഓക്കെ. എപ്പോഴും ബിഹേവിയറിസ്റ്റുകൾ എന്താ ചെയ്തത്? മൃഗങ്ങളിൽ പരീക്ഷണം നടത്തിയിട്ട് പിന്നെ അത് മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്തതാണ്. തോണ്ടയ്ക്ക് നടത്തിയ പരീക്ഷണം നമുക്കറിയാം, എലിയിലും പൂച്ചയിലൊക്കെ ആയിരുന്നു. പാവ്ലോവ് നായയിലായിരുന്നു, തോണ്ടയ്ക്ക് എലി പൂച്ചയിൽ. ഓക്കെ. അതേപോലെ തന്നെ സ്കിന്നർ എലിയിലും പ്രാവിലൊക്കെ ആയിരുന്നു പരീക്ഷണം നടത്തിയത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞന്മാർ നടത്തിയത് കുരങ്ങുകളിലായിരുന്നു. അതേപോലെ തന്നെ കോഴികളിലായിരുന്നു. സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരും. അതിലൊക്കെ ഉണ്ട്. പിന്നെ കേട്ട് ലെവിൻ നടത്തിയത് മനുഷ്യക്കുട്ടിയിലാണ്. അതുപോലെ ജെബി വാട്സൺ നടത്തിയത് മനുഷ്യക്കുട്ടിയിലാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. എങ്കിലും ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നത് ഏത് മേഖലയിലാണ്? മൃഗങ്ങളിലാണ് പരീക്ഷണം നടത്തുന്നത്. അതേതായാലും കോവിഡ് വാക്സിനായാലും മൃഗങ്ങളുടെ പരീക്ഷണം നടത്തി മനുഷ്യരിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ തോണ്ടയ്ക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഓർക്കണം. തോണ്ടയ്ക്കിൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് താരതമ്യ മനഃശാസ്ത്രം ആണ്. സോ തോണ്ടയ്ക്കിൻ്റെ പ്രധാന മേഖല താരതമ്യ മനഃശാസ്ത്രം ആസ് വെൽ ആസ് പഠനം. സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് ഏരിയ വേർ Thorndike has emphasized? പറയും. തോണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ 2 മേഖലകളാണ്. ഒന്ന് താരതമ്യ മനഃശാസ്ത്രം, അതായത് കമ്പാരിറ്റീവ് സൈക്കോളജി. രണ്ടാമത്തത് പഠനം അഥവാ ലേണിംഗ് ട്രാൻസ്ഫർ തിയറി ഒക്കെ ഉണ്ട് തോണ്ടയ്ക്കിൻ്റെ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് തിയറി അല്ലേ? അനുകൂല പഠന സംക്രമണം, പ്രതികൂല പഠന സംക്രമണം, അതൊക്കെ ഉണ്ട്. പിന്നെ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്, സമാന ഘടക സിദ്ധാന്തം, ഇതൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ താരതമ്യ മനഃശാസ്ത്രം. ഓക്കെ. അടുത്തത് താഴെ പറയുന്നവയിൽ തോണ്ടയ്ക്കിൻ്റെ പഠനത്രയത്തിൽ പെടാത്തത് ഏത്? തോണ്ടയ്ക്ക് നമുക്കറിയാം ശ്രമപരാജയ സിദ്ധാന്തം നടത്തി. അതായത് തോണ്ടയ്ക്ക് ആകെ നടത്തിയ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ദ വൺ ആൻഡ് ഓൺലി എക്സ്പെരിമെൻ്റ് ദാറ്റ് തോണ്ടയ്ക്ക് കണ്ടക്റ്റഡ് ഈസ് ട്രയൽ ആൻഡ് എറർ. ബാക്കിയൊന്നും തോണ്ടയ്ക്ക് ചെയ്തില്ല. തോണ്ടയ്ക്ക് ആകെ നടത്തിയ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻ്റ് ആണ്. ഈ ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞൊന്നും സമയം കളയുന്നില്ല. ഈ ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻറ്റിൻ്റെ ഇടയിൽ തോണ്ടയ്ക്ക് ചില അനുബന്ധ നിയമങ്ങളിൽ എത്തിച്ചേർന്നു. ആ അനുബന്ധ നിയമങ്ങളെയാണ് നമ്മൾ പഠനത്രയം അഥവാ ട്രിയോളജി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ട്രിയോളജി ഓഫ് ലേണിംഗ് എല്ലാവരും പറയുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അറിയുന്ന കാര്യമായാലും ഓർമ്മിപ്പിക്കാൻ ഒരാൾ നമുക്ക് വേണം, ജീവിതത്തിലായാലും എവിടെ ആയാലും അല്ലേ? ഗാന്ധിജി
നമുക്കറിയാത്ത ഒരു കാര്യവും ഗാന്ധിജി നമ്മളോട് പറഞ്ഞിട്ടില്ല. ഗാന്ധിജി നമ്മളോട് പറഞ്ഞതൊക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഗാന്ധിജി പറഞ്ഞപ്പോൾ നമുക്കത് വേഗത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലേ? അത്രയേ ഉള്ളൂ. ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി യാത്ര നടത്തി. എന്നിട്ട് സമുദ്രത്തിൻ്റെ കടലിൻ്റെ അവിടെ പോയിട്ട് 3 ഇഷ്ടിക വെച്ച് കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കലത്തിലാക്കിയിട്ട് അതിന് തീ കത്തിച്ച് ആ കടൽ വെള്ളം കുറുക്കി ഉപ്പാക്കി. അപ്പോഴേക്കും ബ്രിട്ടീഷ് പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അല്ലേ? അതുവഴി ഗാന്ധിജി എന്താ ജനങ്ങളോട് പറഞ്ഞത്? നമ്മുടെ രാജ്യം, നമ്മുടെ കടല്, നമ്മൾ ഈ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായി മാറുന്നത് എന്ന് അന്നത്തെ ജനങ്ങളോട് വളരെ എളുപ്പത്തിൽ സംവദിക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ ഗാന്ധിജിക്ക് പറ്റി എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഒരു മേന്മ അവിടെ പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് ട്രിയോളജി ഓഫ് ലേണിംഗ് നിങ്ങൾക്കറിയാം. ഈ ട്രിയോളജി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ശ്രമപരാജയ സിദ്ധാന്തം അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹം അനുബന്ധമായി എത്തിച്ചേർന്ന 3 പഠന നിയമങ്ങളാണ്. ആ 3 നിയമങ്ങളാണ്: 1 ഫല നിയമം, 2 സന്നദ്ധതാ നിയമം, 3 അഭ്യാസ നിയമം. മനോഭാവ നിയമം അല്ല. മനോഭാവ നിയമം ഉണ്ട്, അത് വേറെയും ഉപനിയമങ്ങളുണ്ട്, 6 എണ്ണം. അതിൽ പെടുന്നതാണ് മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഠനത്രയത്തിൽ ഉൾപ്പെടുന്നത് ഫലനിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം. മനോഭാവ നിയമം അതിൽ പെടുന്നില്ല. പക്ഷെ മനോഭാവ നിയമം ഉണ്ട്, അത് വേറൊന്നിൽ പെടുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫലനിയമം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ: ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം അനുകൂലമാണെങ്കിൽ അത്തരം പ്രവർത്തനം ആവർത്തിക്കും. ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം പ്രതികൂലമാണെങ്കിൽ അത്തരം പ്രവർത്തനം ക്ഷയിച്ച് ഇല്ലാതാകും. സോ ഇഫ് ദ റിസൾട്ട് ഓഫ് എ ബിഹേവിയർ ഈസ് ഡിസയറബിൾ, then such behavior will be repeated. Simply ഇത്രയേ ഉള്ളൂ. If the result of the behavior is desirable, then such behavior will be repeated. And if the result of such behavior is not desirable, such behavior will be eliminated gradually and slowly. കത്തുന്ന മെഴുകുതിരി തൊട്ടപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖം തോന്നി എന്ന് കരുതുക. കത്തുന്ന മെഴുകുതിരി തൊട്ടപ്പോൾ നല്ല സുഖം തോന്നിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിത്യേന മെഴുകുതിരി കത്തിച്ചതിൽ തൊട്ടുകൊണ്ടേയിരിക്കും. ആൻഡ് ഓൺ ദ കോൺട്രറി, കത്തുന്ന മെഴുകുതിരി തൊട്ടപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടായി എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ മെഴുകുതിരി തൊടാനേ പോവില്ല. സോ ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ഫലം, റിസൾട്ട് അനുകൂലമാണെങ്കിൽ അത്തരം വ്യവഹാരം പ്രോത്സാഹിപ്പിക്കപ്പെടും. സോ വിൽ ബി റിപ്പീറ്റഡ്. ഹോംവർക്ക് കൃത്യമായി ചെയ്തു വന്നതിന് കുട്ടിയെ അധ്യാപകൻ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രശംസിച്ചു. ഓക്കെ, സ്കിന്നറും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് വേറെ, ഞാനിപ്പോൾ ഇവിടെ വേറെ പറയുന്നത്. ഓക്കെ, ഹോംവർക്ക് കൃത്യമായി ചെയ്തുകൊണ്ട് വന്നപ്പോൾ കുട്ടിയെ അധ്യാപകൻ പ്രശംസിച്ചു. അപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാനുള്ള കുട്ടിയുടെ ആ പ്രവർത്തനം അവിടെ ആവർത്തിക്കാനും പ്രബലീകരിക്കപ്പെടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നർത്ഥം. ഓക്കെ, ശരി. ഇനി സന്നദ്ധതാ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനത്തിന് ഏറ്റവും ആവശ്യം വേണ്ടത് റെഡിനെസ് ആണ്, സന്നദ്ധതയാണ്. സന്നദ്ധത എന്ന് വെച്ചാൽ ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടാനുള്ള അനുകൂലമായ മാനസിക നിലയെയാണ് സന്നദ്ധത എന്ന് വിളിക്കുന്നത്. അഗൈൻ ഐ വിൽ ബി ടെല്ലിംഗ്, അതായത് എന്താണ് സന്നദ്ധത, വാട്ട് ഈസ് റെഡിനെസ്? ഒരു വ്യവഹാരത്തിൽ എനി കൈൻഡ് ഓഫ് ബിഹേവിയർ, ഒരു വ്യവഹാരത്തിൽ ഇടപെടാനുള്ള അനുകൂലമായ മാനസിക നില
അതിനെയാണ് സന്നദ്ധത എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഓടി കിതച്ചു വരികയാണ്, അപ്പോൾ എൻ്റെ സന്നദ്ധത എന്താണ്? ഒരു സ്ഥലത്ത് കിടക്കാനാണോ അല്ല വീണ്ടും ഓടാനാണോ? ഒരു സ്ഥലത്ത് കിടക്കാനാണ്, കാരണം ഞാൻ ക്ഷീണിച്ചു വരികയാണ്. ഓക്കെ, എൻ്റെ വയറ് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സന്നദ്ധതയാണോ ഉണ്ടാവുക, ഭക്ഷണം ഛർദ്ദിക്കാനുള്ള സന്നദ്ധതയാണോ ഉണ്ടാവുക? ഭക്ഷണം ഛർദ്ദിക്കാനുള്ളത്, ബിക്കോസ് മൈ സ്റ്റൊമക്ക് ഈസ് ഫുൾ. എന്നാൽ വിശന്ന് വളഞ്ഞു വരുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സന്നദ്ധതയാണോ ഭക്ഷണം ഛർദ്ദിക്കാനുള്ള സന്നദ്ധതയാണോ കൂടുതൽ? ഭക്ഷണം കഴിക്കാനുള്ള സന്നദ്ധത. ഓക്കെ, അപ്പോൾ പഠനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പഠനം സന്നദ്ധതയെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് സന്നദ്ധത? ഒരു വ്യവഹാരത്തിൽ ഇടപെടാനുള്ള അനുകൂലമായ മാനസിക നിലയാണ് സന്നദ്ധത. എഗെയിൻ തൊണ്ടയ്ക്ക് പറയുന്നു, അത് സന്നദ്ധതയുള്ളപ്പോൾ നിങ്ങൾ ഒരു വ്യവഹാരത്തിൽ ഇടപെടാതിരിക്കുക. ഇമാജിൻ യു ആർ റെഡി ബട്ട് യു ആർ നോട്ട് ഇൻവോൾവിങ് ഇൻ ദ ബിഹേവിയർ. ആൻഡ് അനദർ സിറ്റുവേഷൻ, യു ആർ നോട്ട് റെഡി ബട്ട് യു ആർ ഇൻവോൾവിങ് ഇൻ ദ ബിഹേവിയർ. ഈ രണ്ട് കണ്ടീഷൻസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സന്നദ്ധതയുള്ളപ്പോൾ ഒരു വ്യവഹാരത്തിൽ ഇടപെടാതിരിക്കുകയും സന്നദ്ധതയില്ലാത്തപ്പോൾ ഒരു വ്യവഹാരത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് ഒരേപോലെ അതായത് ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യും. അതായത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയാണ്, സന്നദ്ധതയോടുകൂടി കാണുകയാണ്. അപ്പോൾ സന്നദ്ധതയുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുള്ളൂ. സന്നദ്ധതയില്ലാത്തപ്പോൾ എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിങ്ങളുടെ മനസ്സ് വ്യാപൃതമായി കിടക്കുമ്പോൾ വീഡിയോ കാണാനുള്ള സന്നദ്ധത കുറഞ്ഞു എന്ന് വരും. സോ അത്തരം സമയത്ത് ഈ വീഡിയോ കണ്ടതുകൊണ്ട് കാര്യമില്ല. സോ അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ റെഡി ടു ഇൻവോൾവ് ഇൻ എ ബിഹേവിയർ, അപ്പോൾ അല്ലാത്ത ഘട്ടത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ തൊണ്ടയ്ക്ക് പറയുന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു സന്നദ്ധതയുള്ളപ്പോൾ ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടുക, സന്നദ്ധതയില്ലാത്തപ്പോൾ വ്യവഹാരത്തിൽ ഏർപ്പെടാതിരിക്കുക. കുട്ടിക്ക് തീരെ പഠിക്കാനുള്ള മൂഡില്ല, പിന്നെ അവനെ നിർബന്ധിച്ച് അടിച്ച് പഠിപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കുട്ടി പഠിക്കാൻ തയ്യാറായിട്ട് വരികയാണ്, അച്ഛാ എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഒന്ന് സഹായിക്കുമോ എന്ന് കുട്ടി ആഹ്ലാദിച്ച് പഠിക്കാൻ മുന്നോട്ട് കയറി വരികയാണെങ്കിൽ ടീച്ചർ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. സോ സന്നദ്ധത ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഓൺലി ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ബട്ട് എവരിവെയർ. അതായത് എവിടെയും സന്നദ്ധത ആവശ്യമാണ്. അതൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡോക്ടർ ഷുഡ് മേക്ക് ദ പേഷ്യൻറ്റ് റെഡി ഫോർ ബീയിങ് ഓപ്പറേറ്റഡ്. ഓപ്പറേഷന് വിധേയമാക്കാൻ വേണ്ടി രോഗിയെ സന്നദ്ധരാക്കണം ആദ്യം. അതിനുള്ള വഴിയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാൻ MTയുടെ മറ്റോ ഏതോ സിനിമയിൽ, ഐ തിങ്ക് സതയം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗ്, ആ സിനിമയുടെ ഡയലോഗും MT തന്നെയാണ് എഴുതിയത്. സതയം, അത് മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രമാണ്, തിലകനൊക്കെ ആയിട്ട്. അതിലൊരാളെ തൂക്കിക്കൊല്ലാൻ ഉള്ള ഒരു രംഗമുണ്ട്. അപ്പോൾ അവിടെ എഴുതുന്ന ഡോക്ടർ ആരാധ് സാർ പറയുന്നൊരിതുണ്ട്, മരിക്കാൻ തയ്യാറാവാത്ത മനസ്സിനെ കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വധശിക്ഷയ്ക്ക് വിധിച്ച ആള് വധത്തിന് വിധേയനാകാൻ സന്നദ്ധനല്ലാത്തിടത്തോളം കാലം ആരാധ് സാർക്ക് ആ ജോലി ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് കാര്യത്തിനും സന്നദ്ധത വേണം എന്നർത്ഥം ജീവിതത്തിൽ. മൂന്നാമത്തെ അഭ്യാസ നിയമം, അതായത് ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ആവർത്തനം കൊണ്ട് ഒരു അഭ്യാസം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ശക്തമാകുന്നു എന്നാണ് അഭ്യാസ നിയമം പറയുന്നത്. അഭ്യാസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആവർത്തനമാണ്. ആവർത്തനം എന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ, ഒരേ ചോദക പ്രതികരണ ബന്ധങ്ങൾ
മറ്റ് കാര്യങ്ങളിലൊന്നും മാറ്റമില്ലെങ്കിൽ ഒരു ചോദക പ്രതികരണ ബന്ധം എത്ര തവണ ആവർത്തിക്കുന്നുവോ അത്രയും തവണ ശക്തമാകും. ഓഗസ്റ്റ് 2-3 തീയതികളിൽ എവിടെയായിരുന്നു നമ്മൾ? പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോവുകയായിരുന്നു. ഓഗസ്റ്റ് 2-3 തീയതികളിൽ എവിടെയായിരുന്നു? പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോവുകയായിരുന്നു. ഓഗസ്റ്റ് 2-3 തീയതികളിൽ എവിടെയാണ്? പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോവുകയായിരുന്നു. ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൃശ്യം സിനിമയിൽ ഈ കാര്യം? ബസ്സിലെ കണ്ടക്ടറോട്, സിനിമ കാണാൻ പോയ തിയേറ്ററിലെ ആളോട്, ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിലെ ആളോട്, അതേപോലെ തന്നെ ബിരിയാണി വാങ്ങുമ്പം ഓക്കെ, പിന്നെ കേബിൾ ടി വിയുടെ വരിസംഖ്യ അടക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ തന്നെ സ്റ്റാഫിനോട് പറയുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 2-3 തീയതികൾ ഞങ്ങൾ പോയപ്പോൾ നിന്നോട് ഞാൻ കാശ് അടക്കാൻ പറഞ്ഞതല്ലേ, നീ എന്തുകൊണ്ട് അടച്ചില്ല? ഇങ്ങനെ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ മാറ്റം വരാത്തിടത്തോളം കാലം ആവർത്തനം കൊണ്ട് ഒരു പഠനം ശക്തമാകുന്നു. അങ്ങനെ അഭ്യാസം സിദ്ധിക്കുന്നു. അങ്ങനെ നിത്യാഭ്യാസിക്ക് ആനയെ എടുക്കാൻ സാധിക്കും. അപ്പോൾ പഠനത്രയമാണ് ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർമ്മിച്ച 3 നിയമങ്ങൾ. ഈ ഒറ്റ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സുഹൃത്തുക്കളെ ഞാൻ 15 മിനിറ്റാണ് എടുക്കുന്നത് കേട്ടോ. അടുത്തത് പഠന സംക്രമണത്തിലെ സമാന ഘടക സിദ്ധാന്തം, തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് മുന്നോട്ട് വെച്ചതാര്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എഡ്വേർഡ് ലീ തോണ്ടൈക്ക് അഥവാ EL തോണ്ടൈക്ക്. ശ്രദ്ധിക്കുക, അമേരിക്കക്കാരനാണ്. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അത് APA എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആധികാരികമായ സംഘടനയാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് നമ്മുടെ തോണ്ടയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് കുറേ കാലം. ഓക്കെ, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ആരാണ്? തോണ്ടയ്ക്ക്. ഓക്കെ, ഇവിടെ പഠന സംക്രമണം, ലേണിംഗ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പഠനാന്തരണം, ഒരു പഠന സന്ദർഭത്തിൽ ലഭിച്ച അറിവും കഴിവും ഇതര സന്ദർഭത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നു. പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഞാൻ ഗണിതം പഠിച്ചു, ആ ഗണിതം പഠിച്ചത് വഴി എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠനം എളുപ്പമാകുന്നു. ബിക്കോസ് തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ ഗണിതത്തിലും സ്റ്റാറ്റിസ്റ്റിക്സിലും പൊതുവായ ഘടകങ്ങൾ, അതായത് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്, എൻ്റെ കൂടെ ഒന്ന് പറയുക, ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഗണിതത്തിലും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും പൊതുവായ ഘടകങ്ങൾ കൂടുതലാണ്. എന്താണ് പൊതുവായ ഘടകങ്ങൾ? ശാസ്ത്രം അല്ലെങ്കിൽ ഗണിതം, ഇതിനൊക്കെ നിരീക്ഷണം വേണം, പരീക്ഷണം വേണം, അപഗ്രഥനം വേണം. സോ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, അനാലിസിസ്, ഇതൊക്കെ ഗണിതത്തിലും ശാസ്ത്രത്തിലും, ഏത് വിഷയവും ആയിക്കോട്ടെ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി 2 വിഷയമാണ്, 2 ശാസ്ത്ര വിഷയമാണ്. ഫിസിക്സ് പഠിച്ചാൽ കെമിസ്ട്രി പഠനം താരതമ്യേന എളുപ്പമാകുന്നു. ബിക്കോസ് തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ ഈ 2 വിഷയത്തിലും സമാനമായ ഘടകങ്ങൾ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ആർ ദെയർ. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് which are common in both the subject? ശാസ്ത്രത്തിന് എപ്പോഴും യുക്തിയുണ്ട്, അതിന് റീസൺ ഉണ്ട്, അതിനെ നമുക്ക് അപഗ്രഥനം ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇല്ലേ? അതിനെ നമുക്ക് എക്സ്പെരിമെൻറ്റേഷന് വിധേയമാക്കാൻ പറ്റും, അതിനെ നമുക്ക് ഒബ്സർവേഷന് വിധേയമാക്കാൻ വേണ്ടി പറ്റും. ഇത് ശാസ്ത്ര വിഷയങ്ങളുടെ ഒരു പൊതുവായ സവിശേഷതയാണ്. അപ്പോൾ ഈ പൊതു സവിശേഷത കെമിസ്ട്രിയിലുമുണ്ട്, ഫിസിക്സിലുമുണ്ട്. സോ ഇഫ് യു ഹാവ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ chemistry,
In fact, it will be beneficial for learning physics because there are identical elements. ഇതാണ് തോണ്ടയ്ക്ക് പറഞ്ഞ സമാന ഘടക സിദ്ധാന്തം. ഓക്കെ, അടുത്തത് സമപരാജയ സിദ്ധാന്തത്തിലെ വിട്ടുപോയ ഭാഗം ഏത്? പൂരിപ്പിക്കുക. ഈ സമപരാജയ സിദ്ധാന്തം നിങ്ങൾക്കറിയാം. വിശക്കുന്ന ഒരു പൂച്ചയെ കൂട്ടിലാക്കി പുറത്ത് മീൻ കഷ്ണം വെച്ചു കൊടുത്തു. പൂച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് പല ശ്രമങ്ങൾ നടത്തി അവസാനം യാദൃശ്ചികമായി ഒരു ലിവറിൽ തട്ടിയപ്പോൾ പൂച്ച ലിവർ തുറന്ന് മീൻ കഷ്ണം കൈക്കലാക്കി. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് ഇതേ വിശക്കുന്ന പൂച്ചയെ ഇതേ പെട്ടിയിലാക്കി പുറത്ത് മീൻ വെച്ചപ്പോൾ ആദ്യം എത്ര ശ്രമമാണോ പൂച്ച എടുത്തത് അത്രയും ശ്രമം എടുക്കാതെ തന്നെ പൂച്ച മീൻ കഷ്ണം കൈക്കലാക്കി. 3-ാമത്തെ ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ 1-ാമത്തെയും 2-ാമത്തെയും ദിവസം എടുത്ത അത്രയും ശ്രമങ്ങൾ ഇല്ലാതെ തന്നെ പൂച്ച മീൻ കഷ്ണം കൈക്കലാക്കി. അപ്പോൾ ശ്രമങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പരാജയങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ദിസ് ഈസ് സിംപ്ലി എന്ത് ശ്രമപരാജയ സിദ്ധാന്തം. യു നോ ഇറ്റ് വെൽ. ഇനി ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ. ശ്രമപരാജയ സിദ്ധാന്തത്തിൽ സംഭവിക്കുന്നത് യാദൃശ്ചിക ചലനങ്ങൾ, അതായത് ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് എഴുതുന്ന ഇവിടെ റാൻഡം മൂവ്മെൻറ്റ്സ്. അതായത് നിങ്ങൾക്കറിയാം എന്താ ചെയ്യുന്നത്? നമ്മുടെ പൂച്ച കൂട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാദൃശ്ചികമായി ചലിക്കുകയാണ്. അത് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ശ്രമമല്ല നടത്തുന്നത്, യാദൃശ്ചികമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ യാദൃശ്ചികമായ ശ്രമം നടത്തുമ്പോൾ പെട്ടെന്ന് ഒരു ആകസ്മികമായ വിജയം ഉണ്ടാകുന്നു. ആകസ്മികമായ വിജയം എന്ന് വെച്ചാൽ ചാൻസ് സക്സസ് ആണ്. ഡെലിബറേറ്റ് ആയിട്ടുള്ള വിജയമല്ല ഉണ്ടാവുന്നത്, ചാൻസ് സക്സസ് ഉണ്ടാവുന്നു. അതായത് ആകസ്മിക വിജയം. സോ യാദൃശ്ചിക ചലനങ്ങൾ, ആകസ്മിക വിജയം, പിന്നെ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് തിരഞ്ഞെടുക്കണം. അപ്പോൾ ശ്രമപരാജയത്തിൻ്റെ പരീക്ഷയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നോക്കുക, ശ്രമപരാജയ സിദ്ധാന്തത്തിലെ 4 കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. യാദൃശ്ചിക ചലനങ്ങൾ അഥവാ റാൻഡം മൂവ്മെൻറ്റ്സ്, ആകസ്മിക വിജയം അഥവാ ചാൻസ് സക്സസ്, തെരഞ്ഞെടുക്കൽ അഥവാ സെലക്ഷൻ, സ്ഥിരീകരിക്കൽ അഥവാ ഫിക്സേഷൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ ആദ്യം നടക്കുന്നത് വിലോപം, പുനഃപ്രാപ്തി, ആർജനം, ഉത്തേജനം, സാമാന്യീകരണം. ഇത് നിങ്ങൾക്കറിയാം. ഇത് പാവ്ലോവുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ പദങ്ങളാണ്. ടെക്നിക്കൽ വാക്കുകളാണ് ഇത്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇംഗ്ലീഷ് ഞാൻ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. വിലോപം എക്സ്റ്റിങ്ഷൻ, പുനഃപ്രാപ്തി റിക്കവറി, ആർജനം അക്വിസിഷൻ, ഉത്തേജനം അറൗസൽ, സാമാന്യീകരണം ജനറലൈസേഷൻ. അതായത് എന്തിൻ്റെ? പ്രതികരണങ്ങളുടെ വിലോപം സംഭവിക്കുന്നു എന്നുവെച്ചാൽ വിലോപം ഇല്ലാതാവുന്നു. പ്രതികരണം നായയെ നിങ്ങൾ മനസ്സിൽ, പാവ്ലോവിൻ്റെ നായയെ മനസ്സിൽ കാണുക. വിലോപം ഇല്ലാതാവുന്നു. ഇല്ലാതായ വിലോപം പിന്നീട് പുനഃപ്രാപ്തി ഉണ്ടാവുന്നു. പ്രതികരണം ആർജിക്കുന്നു, ഉത്തേജനം നൽകുന്നു, പ്രതികരണങ്ങളെ സാമാന്യവൽക്കരിക്കുന്നു. ഇതൊക്കെ സിംപിളി പ്രതികരണം ആർജിച്ചാൽ മാത്രമേ പറ്റൂ. സോ ആദ്യം എന്താ ഉണ്ടാവുന്നത്? എ റെസ്പോൺസ് ഈസ് അക്വയേർഡ്. റെസ്പോൺസ് അക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ റെസ്പോൺസിന് വിലോപിക്കാനോ പ്രാപ്തി ഉണ്ടാക്കാനോ ഉത്തേജനത്തിനോ സാമാന്യീകരണത്തിനോ പറ്റില്ല. സോ വാട്ട് ഈസ് ഫസ്റ്റ് ഈസ് അക്വിസിഷൻ. ഓക്കെ.
അടുത്തത് സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും ഒരേ സമയം നൽകുകയും ഒരേ സമയം പിൻവലിക്കുമ്പോഴും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അറിയപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ഒരു ICDS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. എക്സാക്ട്ലി ദ സെയിം ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ ദി ICDS സൂപ്പർവൈസർ എക്സാമിനേഷൻ. അവർക്കും ഉണ്ട് സൈക്കോളജി പഠിക്കാൻ. അത് കുറച്ച് നിലവാരമുള്ള ചോദ്യമാണ്. അതായത് സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും ഒരേ സമയം നൽകുക, ഒരേ സമയം പിൻവലിക്കുക. ഇറച്ചി കഷ്ണവും ബെൽശബ്ദവും ഒരേ സമയം കേൾപ്പിക്കുക, ഒരേ സമയം പിൻവലിക്കുക. അപ്പോൾ നായയിൽ ഉണ്ടാകുന്ന പ്രതികരണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? തത്സമയ അനുബന്ധനം അഥവാ സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. ഇതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു ചായ വാങ്ങി തരണം കേട്ടോ. ഓക്കെ, ശരി. അതായത് സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും ഒരേ സമയം നൽകുകയും ഒരേ സമയം പിൻവലിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്നത് എന്നാണ് തത്സമയ അനുബന്ധനം അഥവാ സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്. അടുത്തത് ഒരു അഭിലഷണീയ പ്രതികരണത്തിൻ്റെ സംഭാവ്യത, പ്രോബബിലിറ്റി, ആവൃത്തി, ഫ്രീക്വൻസി എന്നിവ വർദ്ധിപ്പിച്ച് അതിനെ പ്രബലപ്പെടുത്തുമ്പോഴാണ് പഠനം സംഭവിക്കുന്നത്. ആരുടെ അഭിപ്രായം? ഒക്കെ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ചോദ്യമായിട്ടുണ്ട്. റിവിഷൻ ആയതുകൊണ്ട് തന്നെ അതിന് സ്റ്റാൻഡേർഡ് വേണം. ഓക്കെ, ഒരു അഭിലഷണീയ പ്രതികരണത്തിൻ്റെ സംഭാവ്യത, പ്രോബബിലിറ്റി വർദ്ധിപ്പിച്ച് പിന്നെ അതിൻ്റെ ആവർത്തി, ഫ്രീക്വൻസിയും വർദ്ധിപ്പിച്ച് പിന്നെ അതിനെ പ്രബലപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അഥവാ ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അങ്ങനെയാണെങ്കിൽ ഇതാരുടെ അഭിപ്രായമായിരിക്കും? സ്കിന്നറുടെ അഭിപ്രായമായിരിക്കും. ശ്രദ്ധിക്കുക, ഒരു അഭിലഷണീയ പ്രതികരണം എന്ന് വെച്ചാൽ ഒരു ഡിസയറബിൾ റെസ്പോൺസ്, ഒരു നല്ല റെസ്പോൺസ്. ഇപ്പോൾ കുട്ടി ഹോംവർക്ക് കൃത്യമായി ചെയ്തുകൊണ്ട് വന്നു, നല്ലൊരു റെസ്പോൺസാണ്. അങ്ങനെയാണെങ്കിൽ ആ റെസ്പോൺസിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ വർദ്ധിപ്പിക്കണം. അതായത് കുട്ടിയിൽ കൂടെ ഹോംവർക്ക് കൃത്യമായി ചെയ്തു കൊണ്ടുവരാനുള്ള പ്രവണത, ഒപ്പം അതിൻ്റെ ഫ്രീക്വൻസി വേഗം നടക്കണം. പലപ്പോഴും നടന്നാൽ പോരാ. സോ അതിൻ്റെ പ്രോബബിലിറ്റി വി ഷുഡ് ഇൻക്രീസ്. സിമിലർലി ദ ഫ്രീക്വൻസി ഓഫ് സച്ച് ബിഹേവിയർ ഓൾസോ ഈസ് ടു ബി ഇൻക്രീസ്ഡ്. ദെൻ അതിനെ പ്രബലപ്പെടുത്തണം, റീഇൻഫോഴ്സ്മെൻ്റ് കൊണ്ട് പ്രബലപ്പെടുത്തണം. അപ്പോഴാണ് ഈ ബിഹേവിയർ ഓപ്പറൻ്റായിട്ട് മാറുന്നത്. ആരുടെ അഭിപ്രായം? സ്കിന്നറുടെ അഭിപ്രായം. ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് അധ്യാപകൻ കുട്ടിയിൽ നിന്ന് ഫോൺ പിടിച്ചെടുക്കുന്നു. സ്കിന്നറുടെ അഭിപ്രായത്തിൽ ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ്, നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണ്. നോക്കുക, ഈ പോസിറ്റീവായാലും നെഗറ്റീവായാലും റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ വേർഡ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കണ്ടതുകൊണ്ട് കാര്യമില്ല, തെറ്റിദ്ധരിക്കേണ്ട. ഒരു അനുകൂല വ്യവഹാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും റീഇൻഫോഴ്സ്മെൻറ്റ് നൽകുന്നത്. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഹോംവർക്ക് കൃത്യമായി ചെയ്തുകൊണ്ട് വന്ന കുട്ടിയെ അധ്യാപകൻ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അനുമോദിച്ചു. യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം, ഭരതനാട്യത്തിന് 1ാം സ്ഥാനം നേടിയ കുട്ടിയെ പിറ്റേന്ന് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാനാധ്യാപകൻ ട്രോഫി നൽകി അഭിനന്ദിച്ചു. മീൻസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അവിടെ ഒരു വ്യവഹാരം നടന്നു കഴിഞ്ഞു.
ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു വ്യവഹാരം ഒരു വ്യവഹാരം പോസിറ്റീവായിട്ട് നല്ല വ്യവഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ആ വ്യവഹാരം നടക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കുട്ടികളെ റീഇൻഫോഴ്സ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ അതായത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായി എഴുതിയാൽ നാളത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരണ്ട. ചോദ്യങ്ങൾ ഫുൾ മാർക്ക് കിട്ടിയവർ നാളത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരണ്ട എന്ന് പറയുമ്പോൾ നാളത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങും. അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്താൽ അടുത്ത പീരീഡ് PT പീരീഡാണ്, അടുത്ത പീരീഡ് PT ഫിസിക്കൽ ട്രെയിനിങ് പീരീഡാണ്, ഗ്രൗണ്ടിൽ കുട്ടികളെ കളിക്കാൻ വിടും. പക്ഷേ ഈ പീരീഡ് മാത്സാണ്. അപ്പോൾ മാത്സ് ടീച്ചർ പറയുന്നു മുഴുവൻ പ്രോബ്ലവും ചെയ്ത് കഴിഞ്ഞ കുട്ടികളെ മാത്രമേ PT കളിക്കാൻ വിടൂ. അപ്പോൾ PT പുറത്തു പോയി കളിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു നല്ല ബിഹേവിയറാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അതിന് പോയി കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ക്ലാസ്സിൽ നൽകിയ എല്ലാ ചോദ്യങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അതും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റാണ്. രണ്ടായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്താണ് അത് ഒരു അനുകൂല വ്യവഹാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഒരു മോശം വ്യവഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് 2 തരത്തിൽ അതിനെ പ്രയോഗിക്കാം. പോസിറ്റീവ് പണിഷ്മെൻറ്റ് അതായത് ക്ലാസ്സിൽ വികൃതി കാട്ടിയതിന് ഒരു കുട്ടിയോട് അധ്യാപിക അതുവരെ കാണിച്ച സ്നേഹം ഇല്ലാതാക്കി, സ്നേഹം കാണിച്ചു കൊടുക്കാണ്ടാക്കി. അപ്പോൾ ടീച്ചർക്ക് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർക്ക് രാജുവിനെ വളരെ ഇഷ്ടമാണ്. പക്ഷെ രാജു എന്ത് ചെയ്തു? രാജു ഒരു കോമ്പസ് എടുത്തിട്ട് മറ്റേ കുട്ടിയുടെ കയ്യിലൊന്ന് പോറി. ഇത് കേട്ട ടീച്ചർ രാജുവിനോട് അതുവരെ കാണിച്ച സ്നേഹം ഇല്ലാതാക്കി തുടങ്ങി. എന്ന് വെച്ചാൽ അതൊരു പോസിറ്റീവ് പണിഷ്മെൻ്റാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ പാലക്കാട് ക്ലാസ് എടുക്കാൻ വരികയാണല്ലോ. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന പാലക്കാട് എയിംസിൻ്റെ സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോ എന്നാണ്. ഓക്കെ, എൻ്റെ വീട് കോഴിക്കോടുമാണ്. സോ ഞാൻ ഈ LP UP പരീക്ഷ വന്ന് അതിനുശേഷം പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുകയാണ്. സോ ഐ ആം ഫ്രീക്വൻ്റ്ലി ട്രാവലിംഗ് അക്രോസ് കേരള. അതിൻ്റെ റിസൾട്ട് എന്താണ്? സോ ഐ വിൽ ബി ആബ്സെൻറ്റ് ഇൻ മൈ ഹോം മോസ്റ്റ് ഓഫ്റ്റൻ. അല്ല, ഞാൻ പലപ്പോഴും വീട്ടിൽ എൻ്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് കയറി പോകുന്നത്. രാത്രി ഞാൻ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വൈഫ് ഡോറ് തുറന്നു തരും. എന്നിട്ട് മുഖത്ത് പോലും നോക്കാതെ വൈഫ് തിരിച്ചു പോകും. അത് ഒരു പോസിറ്റീവ് പണിഷ്മെൻ്റാണ്. എന്ന് വെച്ചാൽ ഒരു അനുകൂല വ്യവഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു വ്യവഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനി ഞാനിങ്ങനെ വൈകി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വൈകി വരണ്ട, ഇവിടെയൊക്കെ തന്നെ ക്ലാസ് എടുത്താൽ മതി, ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സ്വഭാവത്തെ നമ്മൾ വിളിക്കുന്നത്, ആ ട്രീറ്റ്മെൻറ്റിനെ വിളിക്കുന്നത് പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്നാണ്. അപ്പം നിങ്ങളുടെ കുട്ടിയോട് ഒരു പക്ഷേ ഇതാക്കും, ഒന്ന് വികൃതി കാണിച്ചാൽ നിങ്ങൾ കുട്ടിയോട് ഇല്ല ഞാൻ മിണ്ടില്ല എന്ന് പറയും. നിങ്ങൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് വികൃതി കാണിച്ചപ്പോൾ ഇല്ല ഇനി അമ്മ മോനോട് മിണ്ടില്ല, ചൊടിച്ചു, ഇനി മിണ്ടില്ല, ചൊടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവ് പണിഷ്മെൻ്റാണ്. മനസ്സിലായി? നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോശം വ്യവഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുവരെ കൊടുത്ത എന്തോ ഒന്ന് പിൻവലിക്കുക. ഇവിടെ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ നിന്ന് അധ്യാപകൻ ഫോൺ പിടിച്ചെടുത്തു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ്
നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഓക്കെ, അടുത്തത് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. സ്കിന്നറുടെ ഇതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. ധാരാളം ഇങ്ങനെ പറയണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും, എസ്പെഷ്യലി ഫോർ മീ. ഇപ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ 1 മിനിറ്റിലങ്ങ് പറഞ്ഞങ്ങ് പോവാം. അടുത്തത് താഴെ പറയുന്നവയിൽ സ്കിന്നറുടെ അഭിപ്രായവുമായി യോജിച്ചു പോകുന്ന പ്രസ്താവന ഏത്? സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ അക്കോർഡൻസ് വിത്ത് സ്കിന്നർ? സ്കിന്നറുടെ അഭിപ്രായവുമായി യോജിച്ചു പോകുന്ന പ്രസ്താവന ഏത്? പ്രതികരണവും ചോദകവും തമ്മിലുള്ള ബന്ധമാണ് ശരിയായത്, അല്ലാതെ ചോദകവും പ്രതികരണവും തമ്മിലുള്ളതല്ല. എല്ലാവർക്കും അറിയാം, ഈ LPUP പരീക്ഷ പോകുന്ന എവരിബഡി നോസ് ദാറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പാവ്ലോവ് പറഞ്ഞ പോലെ സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ അല്ല, ഈ റിലേഷൻ തെറ്റാണ്. മറിച്ച് ഇതാണ് ശരിയായ റിലേഷൻ. അതായത് റെസ്പോൺസ് സ്റ്റിമുലസ് റിലേഷൻ ഈസ് ദി കറക്റ്റ് റിലേഷൻ. സോ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് പ്രതികരണവും ചോദകവും തമ്മിലുള്ള ബന്ധമാണ് ശരിയായ ബന്ധം. നമ്പർ 2, ചോദകത്തെയല്ല പ്രതികരണത്തെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. അതായത് ഒരു പഠിതാവിൽ അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ അനുകൂല വ്യവഹാരത്തെയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്. സോ സ്റ്റിമുലസിൻ്റെ ധർമ്മം എന്താണ്? ഒരു റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റെസ്പോൺസിനെ ശക്തിപ്പെടുത്തുക, പ്രബലപ്പെടുത്തുക എന്നുള്ളതാണ് സ്റ്റിമുലസിൻ്റെ ധർമ്മം. 3, പ്രതികരണത്തെ ബലപ്പെടുത്തുകയാണ് ചോദകത്തിൻ്റെ ധർമ്മം. അപ്പോൾ അതും നമ്മൾ കണ്ടു. അപ്പോൾ സ്കിന്നറുടെ അഭിപ്രായവുമായി യോജിച്ചു പോകുന്ന പ്രസ്താവനകളാണ് ഇവയെല്ലാം. അതായത് ആൻസർ ഡി. ഓക്കെ, ഇപ്പോൾ നമ്മൾ വ്യവഹാരവാദത്തിൽ 4 പേരുടെ, അതായത് വാട്സൺ, തോണ്ടൈക്ക്, പാവ്ലോവ്, സ്കിന്നർ, ഇത് മഹാരഥന്മാരായ 4 പേരാണ്. ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, രണ്ടാമത്തെ ആൾ EL തോണ്ടൈക്ക്, മൂന്നാമത്തെ ആൾ BF സ്കിന്നർ, നാലാമത്തത് വ്യവഹാരവാദത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന എന്നാൽ അധികമൊന്നും സംഭാവന ചെയ്യാത്ത വാട്സൺ. ഇത്രയും പേരെ കുറിച്ചാണ് ഈ റിവിഷൻ സീരീസിൽ നമ്മൾ സംസാരിച്ചത്. സോ അടുത്ത റിവിഷൻ സീരീസിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ Dr. V. Balakrishnan for AIMS Study Center, Palakkad. See you again. Until then, goodbye.